ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 66-ാം ദിവസം. ഇസ്രായേല്യരുടെ ധിക്കാരത്തിന് ശിക്ഷ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 17-ഉം 18-ഉം അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 98 എന്നിവ വായിക്കുന്നു. കോറഹിനും കൂട്ടർക്കും സംഭവിച്ച ദുരന്തത്തിന് ശേഷവും ഇസ്രായേല്യർ ധിക്കാരം തുടർന്ന് മോശയ്ക്കും അഹ്റോനുമെതിരെ സംഘം ചേർന്ന് സമാഗമ കൂടാരത്തിന് നേരെ തിരിയുമ്പോൾ കർത്താവിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നു. കുറ്റവിചാരണയെക്കുറിച്ചുള്ള ന്യായപ്രമാണങ്ങളും രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പുരോഹിതരുടെ ഓഹരി സംബന്ധിച്ച വിവരങ്ങളും ഇന്നേ ദിവസം നമുക്ക് വചനത്തിലൂടെ വായിച്ച് ശ്രവിക്കാം. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം. ശിക്ഷയുടെ സ്മാരകം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിനോട് നീ പറയുക, അഗ്നിബാധയ്ക്കിടയിൽ നിന്ന് ധൂപകലശങ്ങൾ പൊക്കിയെടുത്ത് തീക്കനൽ പുറത്തേക്കെറിയുക. എന്തെന്നാൽ അവ വിശുദ്ധമാണ്, അതായത് ഈ പാപികളുടെ ധൂപകലശങ്ങൾ തന്നെ. അവ അവരുടെ ജീവനെതിരായിരുന്നു. എന്നാൽ അവ കർത്തൃസന്നിധിയിൽ അവർ അർപ്പിച്ചതിനാലും വിശുദ്ധമായതിനാലും അവ അടിച്ചുപരത്തി ബലിപീഠത്തിന് ഒരു ആവരണമാക്കണം. അങ്ങനെ അത് ഇസ്രായേല്യർക്ക് ഒരടയാളമായിരിക്കും. അഗ്നിയാൽ വിഴുങ്ങപ്പെട്ടവർ സമർപ്പിച്ച പിച്ചള ധൂപകലശങ്ങളെടുത്ത് പുരോഹിതനായ എലയാസർ അവയെ ബലിപീഠത്തിന് ആവരണമാക്കി. കർത്താവ് മോശ വഴി അവനോട് പ്രസ്താവിച്ചതുപോലെ അഹ്റോൻ്റെ തന്നെ സന്തതിയിൽ നിന്നല്ലാത്ത ഒരന്യൻ കർത്തൃസന്നിധിയിൽ ധൂപമർപ്പിക്കാൻ സമീപിക്കാതിരിക്കാനും കോറഹിനെപ്പോലെയും അവൻ്റെ കൂട്ടരെപ്പോലെയും ആകാതിരിക്കാനും ഇസ്രായേല്യർക്ക് സ്മാരകമായ ആണിത്. വീണ്ടും ധിക്കാരം. പിറ്റേ ദിവസം ഇസ്രായേല്യ സമൂഹം മുഴുവൻ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും ഇപ്രകാരം പിറുപിറുത്തു: നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു. സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി സംഘം ചേരാൻ തുനിഞ്ഞപ്പോൾ അവർ സമാഗമ കൂടാരത്തിന് നേരെ തിരിഞ്ഞു. അപ്പോൾ അതിനെ മേഘം മൂടി. കർത്താവിൻ്റെ മഹത്വം അതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിലേക്ക് വന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഈ സമൂഹ മധ്യത്തിൽ നിന്ന് കുതിച്ചകലുവിൻ. നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യും. അവർ മുഖം മുട്ടെ പ്രണമിച്ചു. മോശ അഹ്റോനോട് പറഞ്ഞു: ധൂപകലശമെടുത്ത് അതിലേക്ക് ബലിപീഠത്തിൽ നിന്ന് അഗ്നി പകർന്ന് ധൂപന ദ്രവ്യമിടുക. സമൂഹത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അവരെ പ്രതി പരിഹാരമനുഷ്ഠിക്കുക. കർത്തൃസന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ടിരിക്കുന്നതിനാൽ മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ നിർദ്ദേശിച്ച പ്രകാരം അഹ്റോൻ അതെടുത്ത് സമൂഹത്തിനിടയിലേക്ക് ഓടി. ഇതാ ജനത്തിനെതിരെ മഹാമാരി ആരംഭിച്ചിരിക്കുന്നു. അവൻ ധൂപനദ്രവ്യമിട്ട് ജനത്തെ പ്രതി പരിഹാരം ചെയ്തു. അവൻ മൃതരുടെയും ജീവനുള്ളവരുടെയും ഇടയിലായി നിന്നു. അപ്പോൾ മഹാമാരി നിലച്ചു. മഹാമാരിയിൽ മരണമടഞ്ഞവർ കോറഹിൻ്റെ കാര്യത്തിൽ മരിച്ചവർക്ക് പുറമെ 14,700 പേരായിരുന്നു. മഹാമാരി നിലച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാരവാതിൽക്കലേക്ക് മോശയുടെ അടുത്തേക്ക് മടങ്ങി. അഹ്റോൻ്റെ വടി. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് സംസാരിച്ച് അവരിൽ നിന്ന്, അവരുടെ എല്ലാ നേതാക്കന്മാരിൽ നിന്ന് ഒരു പിതൃഭവനത്തിന് ഒരു വടി വീതം എടുക്കുക. അവരുടെ പിതൃഭവനങ്ങൾക്ക് 12 വടികൾ. ഓരോ വ്യക്തിയുടെയും പേര് അവനവൻ്റെ വടിയിൽ നീ എഴുതണം. ലേവിയുടെ വടിയിൽ നീ അഹ്റോൻ്റെ പേരെഴുതണം. അങ്ങനെ ഓരോരുത്തരുടെയും പിതൃഭവനത്തിൽ തലവന് ഒരു വടി. അവ സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങളുമായി സമാഗമിക്കുന്ന സാക്ഷ്യത്തിനു മുമ്പിൽ നീ ചാരി വയ്ക്കണം.
ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളാരോ അവൻ്റെ വടി തളിർത്തിരിക്കും. അങ്ങനെ എനിക്കെതിരെ ഇസ്രായേല്യർ നടത്തുന്ന പിറുപിറുപ്പുകൾ, അതായത് അവർ നിങ്ങൾക്കെതിരെ നടത്തുന്നവ ഞാൻ അവസാനിപ്പിക്കും. മോശെ ഇസ്രായേല്യരോട് സംസാരിച്ചു. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെല്ലാവരും ഓരോ നേതാവിനും ഓരോ വടി വീതം 12 വടികൾ അവന് കൊടുത്തു. അഹറോൻ്റെ വടി അവരുടെ വടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മോശ സാക്ഷ്യകൂടാരത്തിൽ കർത്തൃസന്നിധിയിൽ വടികൾ ചാരിവെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യപേടകത്തിങ്കലേക്ക് ചെന്നപ്പോൾ ഇതാ ലേവി ഭവനത്തിനു വേണ്ടിയുള്ള അഹറോൻ്റെ വടി തളിർത്തിരിക്കുന്നു. മുള പൊട്ടി പൂവിരിഞ്ഞ് ബദാംപഴങ്ങൾ പാകമായിരിക്കുന്നു. മോശ വടികളെല്ലാം ഇസ്രായേല്യർ മുഴുവൻ്റെയും അടുത്തേക്ക് കർത്തൃസന്നിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഓരോരുത്തനും അവനവൻ്റെ വടി നോക്കിയെടുത്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹ്റോൻ്റെ വടി സാക്ഷ്യത്തിനു മുൻപിൽ നീ തിരികെ വയ്ക്കുക. അങ്ങനെ എനിക്കെതിരെയുള്ള അവരുടെ പിറുപിറുപ്പുകൾ അവസാനിക്കുകയും അവർ മരിക്കാതിരിക്കുകയും ചെയ്യട്ടെ. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചുവോ അങ്ങനെ തന്നെ അവൻ പ്രവർത്തിച്ചു. ഇസ്രായേല്യർ മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളിതാ മരിക്കുന്നു, നശിക്കുന്നു, ഞങ്ങളെല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തു വരുന്ന എല്ലാവരും കർത്താവിൻ്റെ ആലയത്തെ സമീപിക്കുന്നവർ മരിക്കുന്നു. ഞങ്ങൾ നശിച്ചൊടുങ്ങണമെന്നാണോ? നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം. വൈകല്യമോ എന്തെങ്കിലും കാര്യമായ പ്രശ്നമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് നീ ബലിയർപ്പിക്കരുത്. എന്തെന്നാൽ അത് നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യമാണ്. കുറ്റവിചാരണ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിലൊന്നിൽ നിന്റെ മധ്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവിടുത്തെ ഉടമ്പടി ലംഘിക്കും വിധം പുരുഷനോ സ്ത്രീയോ തിന്മ പ്രവർത്തിക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടെന്നിരിക്കട്ടെ. അതായത് ഒരാൾ പോയി അന്യദേവന്മാരെ സേവിക്കുകയും അവയെയോ ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയെയോ ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് നിന്നോട് പറയപ്പെടുന്നു. നീ അത് കേട്ടിട്ട് നന്നായി അന്വേഷിക്കുമ്പോൾ ഇതാ സംഗതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിന്റെ ഇടയിൽ ആ ഹീനകൃത്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ തിന്മ ചെയ്തത് പുരുഷനായാലും സ്ത്രീ ആയാലും നിന്റെ കവാടങ്ങളിലേക്ക് ആ പുരുഷനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ അവർ മരിക്കണം. 2 സാക്ഷികളുടെയോ 3 സാക്ഷികളുടെയോ മൊഴി അനുസരിച്ച് വേണം മരണശിക്ഷാർഹൻ വധിക്കപ്പെടാൻ. ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ അവൻ വധിക്കപ്പെടരുത്. അങ്ങനെ വധിക്കാനായി അവനെതിരെ ആദ്യം ഉയരേണ്ടത് സാക്ഷികളുടെ കരമാണ്, അതിനുശേഷം ജനത്തിൻ്റെ എല്ലാം കരം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. ഒരു കൊലപാതകവും മറ്റൊരു കൊലപാതകവും തമ്മിൽ, ഒരു വിചാരണയും മറ്റൊരു വിചാരണയും തമ്മിൽ, ഒരു ബലപ്രയോഗവും മറ്റൊരു ബലപ്രയോഗവും തമ്മിൽ വിധി പ്രസ്താവിക്കുന്ന കാര്യം നിനക്ക് ദുഷ്കരവും നിന്റെ കവാടങ്ങളിൽ വ്യവഹാര വിഷയങ്ങളുമാണെങ്കിൽ നീ എഴുന്നേറ്റ് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കയറണം. ലേവായ പുരോഹിതരെയും ആ നാളുകളിലുള്ള ന്യായാധിപനെയും സമീപിച്ച് നീ ആരായുമ്പോൾ അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും. കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് വെച്ച് അവർ നിന്നോട് പ്രഖ്യാപിക്കുന്ന വാക്കനുസരിച്ച് നീ പ്രവർത്തിക്കണം. അവർ നിന്നെ പഠിപ്പിക്കുന്നത് പോലെയെല്ലാം പ്രവർത്തിക്കാൻ നീ ശ്രദ്ധിക്കണം. അവർ നിന്നെ പഠിപ്പിക്കുന്ന നിയമമനുസരിച്ചും നിന്നോട് പറയുന്ന ന്യായപ്രമാണമനുസരിച്ചും വേണം നീ പ്രവർത്തിക്കേണ്ടത്. അവർ നിന്നോട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത്. അവിടെ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ധിക്കാരപൂർവം ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ മരിക്കണം. അങ്ങനെ ആ തിന്മ ഇസ്രായേലിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. ജനം മുഴുവനും ഇത് കേട്ട് ഭയപ്പെടുകയും ഇനിയും ധിക്കരിക്കാതിരിക്കുകയും വേണം. രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ വന്നെത്തുകയും അത് കൈവശമാക്കി നീ അതിൽ താമസമുറപ്പിക്കുകയും എനിക്ക് ചുറ്റുമുള്ള ജനതകൾക്കെന്ന പോലെ എൻ്റെ മേലും ഞാൻ ഒരു രാജാവിനെ അവരോധിക്കും എന്ന് നീ പറയുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരുവനെ മാത്രമേ നിന്റെ മേൽ രാജാവായി നീ അവരോധിക്കാവൂ. നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ നീ നിന്റെ മേൽ അവരോധിക്കണം. അന്യനായ ഒരാളെ, നിന്റെ സഹോദരനല്ലാത്തവനെ നിന്റെ മേൽ നിയോഗിക്കാൻ പാടില്ല. അവൻ തനിക്കായി കുതിരകളെ വർദ്ധിപ്പിക്കരുതെന്ന് മാത്രം. കുതിരയെ വർദ്ധിപ്പിക്കാനായി അവൻ ജനത്തെ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകരുത്. ഇനിയും ആ വഴിയെ തിരികെ പോകുന്നത് ആവർത്തിക്കരുതെന്ന് കർത്താവ് നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതാണല്ലോ. അവൻ്റെ ഹൃദയം വ്യതിചലിക്കാതിരിക്കാൻ അവൻ തനിക്കായി ഭാര്യമാരുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. തനിക്കായി വെള്ളിയും പൊന്നും അമിതമായി വർദ്ധിപ്പിക്കരുത്.
തൻ്റെ രാജസിംഹാസനത്തിനുമേൽ അവൻ ഉപവിഷ്ടനാകുമ്പോൾ ലേവായ പുരോഹിതരുടെ മുമ്പിൽ വച്ച് ഈ നിയമത്തിൻ്റെ പകർപ്പ് ഒരു പുസ്തകത്തിൽ അവൻ എഴുതണം. തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ഈ ചട്ടങ്ങളും കാത്തുപാലിക്കാനും അഭ്യസിക്കേണ്ടതിന് അത് അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും അവൻ തൻ്റെ ആയുഷ്കാലം മുഴുവൻ അത് വായിക്കുകയും വേണം. തൻ്റെ സിംഹാസനത്തിൽ അവൻ ഏറെക്കാലം കഴിയേണ്ടതിന് ഇസ്രായേലിൻ്റെ മധ്യേ തൻ്റെ സഹോദരങ്ങളെക്കാൾ അവനും അവൻ്റെ പുത്രന്മാരും മേന്മ ഭാവിക്കുകയോ കൽപ്പനയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കുകയോ അരുത്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം. പുരോഹിതരുടെയും ലേവായരുടെയും ഓഹരി. ലേവായ പുരോഹിതർക്കും ലേവി ഗോത്രത്തിന് മുഴുവനും ഇസ്രായേലിനോടൊപ്പം ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളും അവിടുത്തെ അവകാശങ്ങളും അവർ ഭക്ഷിക്കും. തൻ്റെ സഹോദരന്മാർക്കിടയിൽ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല. കർത്താവാണ് അവൻ്റെ അവകാശം. അവിടുന്ന് അവനോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ബലിയർപ്പകരായ ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള ന്യായവിഹിതം കാളയായാലും ആടായാലും ഇതായിരിക്കും: കൈക്കുറക്, 2 കവിൾത്തടങ്ങൾ, ഉദരഭാഗം അവ അവൻ പുരോഹിതന് നൽകണം. നിന്റെ ധാന്യത്തിൻ്റെ ആദ്യഫലം, പുതുവീഞ്ഞ്, പുത്തനെണ്ണ എന്നിവയും നിന്റെ ആട്ടിൻപറ്റത്തിൻ്റെ ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും നീ അവന് കൊടുക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുന്നതിന് നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയാണല്ലോ, അവനെയും അവൻ്റെ പുത്രന്മാരെയുമാണല്ലോ നിന്റെ ദൈവമായ കർത്താവ് എന്നേക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ മുഴുവനിലുമുള്ള നിന്റെ കവാടങ്ങളിലോ ഒന്നിൽ നിന്ന് അവിടെ തൽക്കാല വാസം ചെയ്യുന്ന ഒരു ലേവായൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ അവൻ വരുന്നത് സ്വന്തമായ എല്ലാ ആഗ്രഹത്തോടെയുമാണ്. അവിടെ കർത്തൃസന്നിധിയിൽ നിൽക്കുന്ന ലേവായരായ എൻ്റെ എല്ലാ സഹോദരെയും പോലെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവൻ സേവിക്കട്ടെ. പിതൃസ്വത്തിൻ്റെ വിറ്റുവരവിൽ നിന്നുള്ളതിനു പുറമെ ബലിവിഹിതം തുല്യമായി അവർക്ക് അനുഭവിക്കാം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ജനതകളുടെ നിന്ദ്യകൃത്യങ്ങൾക്ക് അനുസൃതം വർത്തിക്കാൻ നീ പഠിക്കരുത്. മകനെയോ മകളെയോ അഗ്നിയിലൂടെ കടത്തിവിടുന്നവൻ നിന്റെ ഇടയിൽ കാണപ്പെടരുത്. പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, ക്ഷുദ്രക്കാരൻ, വെളിച്ചപ്പാട്, ജാലികൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരും ഇവ പ്രവർത്തിക്കുന്ന ആരും കർത്താവിനെ സംബന്ധിച്ച് നിന്ദ്യ വ്യക്തിയാണ്. അവരുടെ ഈ നിന്ദ്യതകൾ നിമിത്തമാണ് നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനോടൊത്ത് നീ തികവുറ്റവനായിരിക്കണം. മോശയെപ്പോലെ ഒരു പ്രവാചകൻ. നീ നിഷ്കാസനം ചെയ്യുന്ന ആ ജനതകൾ ലക്ഷണം പറയുന്നവരെയും പ്രാശ്നികരെയും ശ്രവിക്കുന്നു. നിന്നെ സംബന്ധിച്ചാകട്ടെ നിന്റെ ദൈവമായ കർത്താവ് അങ്ങനെ ചെയ്യാൻ നിന്നെ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഇടയിൽ നിന്ന് നിന്റെ സഹോദരങ്ങളിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിനക്കായി ഉയർത്തും. അവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി വീണ്ടും ഞാൻ കാണാതിരിക്കട്ടെ എന്നെല്ലാം നിന്റെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ നിന്ന് നീ സമ്മേളന ദിവസം ഹോറബിൽ വെച്ച് യാചിച്ചതനുസരിച്ചാണിത്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവർ പറഞ്ഞത് നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ മധ്യേ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവർക്കായി ഞാൻ ഉയർത്തും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ വായിൽ നിക്ഷേപിക്കും. ഞാൻ അവനെ അനുശാസിക്കുന്നതെല്ലാം അവൻ അവരോട് സംസാരിക്കും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്ത വ്യക്തിയുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഞാൻ തന്നെ കണക്ക് ചോദിക്കും. എന്നാൽ പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത ഒരു വചനം എൻ്റെ നാമത്തിൽ സംസാരിക്കാൻ ധാർഷ്ട്യം കാട്ടുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരിക്കണം. കർത്താവ് അവനോട് അരുൾ ചെയ്യാത്തതാണ് ആ വചനമെന്ന് എങ്ങനെ ഞങ്ങൾ അറിയുമെന്ന് നീ ഹൃദയത്തിൽ ചോദിച്ചേക്കാം. ആ പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന വചനം സംഭവിക്കുന്നില്ല, നടപ്പാകുന്നുമില്ല. അത് കർത്താവ് സംസാരിച്ചിട്ടില്ലാത്ത വചനമാണ്. പ്രവാചകൻ ധാർഷ്ട്യത്തോടെയാണ് അത് സംസാരിച്ചത്. നീ അവനെ ഭയപ്പെടേണ്ട. സങ്കീർത്തനങ്ങൾ 98. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കീർത്തനം. കർത്താവിന് ഗീതമാലപിക്കുവിൻ, ഒരു നവ്യഗീതം. അവിടുന്നാണല്ലോ വിസ്മയകൃത്യങ്ങൾ പ്രവർത്തിച്ചത്. അവിടുത്തെ വലത്തുകരവും വിശുദ്ധ ഭുജവും അവിടുത്തേക്കായി രക്ഷ നിർവഹിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ രക്ഷ വിളംബരം ചെയ്തു. ജനതകളുടെ ദൃഷ്ടികളിൽ അവിടുന്ന് തൻ്റെ നീതി വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കാരുണ്യവും
വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടു. ഭൂമി മുഴുവനുമേ കർത്താവിന് ആർപ്പ് വിളിക്കുവിൻ. ആമോദിച്ച് ആരവമുതിർത്ത് കീർത്തനമാലപിക്കുവിൻ. കിന്നരം കൊണ്ട് കർത്താവിന് കീർത്തനമാലപിക്കുവിൻ. കിന്നരവും സങ്കീർത്തനാദവും കൊണ്ട് തന്നെ കൊമ്പുകളും കാഹളനാദവും കൊണ്ട് രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആർപ്പ് വിളിക്കുവിൻ. സമുദ്രവും അതിലുള്ളവയും ലോകവും അതിലെ നിവാസികളും ഇരമ്പട്ടെ. നദികൾ കരഘോഷം മുഴക്കട്ടെ. പർവ്വതങ്ങൾ ഒന്നിച്ച് ആരവമുതിർക്കട്ടെ കർത്തൃസന്നിധിയിൽ തന്നെ. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ പരമാർത്ഥതയിലും ന്യായം വിധിക്കും.